വരുത്തുപോക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ കേട്ടുവരുന്നൊരു കാര്യമാണ് വരുത്തുപോക്ക്. ചില സമയങ്ങളിലൊക്കെ ആൾക്കാർ ആ സൈഡിലെവിടെയൊക്കെ കിടക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, കഴുത്തിന് പിടിച്ച് ഞെക്കുക, അവരെ മർദ്ദിക്കുക, അത് പല രീതിയിൽ പല അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശരിക്കും അങ്ങനെ ഒരു വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു ദേവതയാണോ അതോ ഒരു നെഗറ്റീവ് സോളാണോ? ഇത് പലപ്പോഴും നമുക്ക് ഈ വരുത്തുപോക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട്, ഇവിടെയല്ല പാലക്കാടുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ ഇട്ടു. എന്നിട്ട് പുള്ളി ആ വണ്ടിയുടെ അകത്ത് കിടന്നുറങ്ങി. ക്ഷേത്രത്തിന് മുന്നിൽ ആലിൻ്റെ ചോട്ടില്ല, അമ്പലമാണെന്നൊത്ത് കയറി കിടന്ന. രാത്രി ഒരു 12 മണിയായപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് പുള്ളി നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പുള്ളി വീണ്ടും വന്ന് കിടന്നു. വീണ്ടും പുള്ളിയുടെ കാലുമ പിടിച്ച് വലിച്ച് കഴുത്തിന് പിടിച്ചൊരു ഞെക്കും കൊടുത്ത്. അന്ന് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. പേടിച്ച് ദുസ്വപ്നം കണ്ടതെന്നൊക്കെ നമുക്ക് പറയാം. എന്തോ ആവട്ടെ, സംഭവം സംഭവിച്ചല്ലോ. ഞെക്ക് കിട്ടി, അടിയും കിട്ടി, കഴുത്തിലൊക്കെ പാടും ഉണ്ടായിരുന്നു. വണ്ടി ലോക്കിയിട്ട കിടന്നുറങ്ങിയ. എന്തായിരിക്കും സംഭവിച്ചത്? നമ്മളെ സഹായിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന നെഗറ്റീവായ ആത്മാക്കളെയും ദുരാത്മാക്കളെയും എല്ലാം ഈശ്വരൻ കൃത്യമായ കമ്മ്യൂണിക്കേഷനും കൃത്യമായ പ്രോസസ്സുകളും കൃത്യമായ കാര്യങ്ങളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ കേന്ദ്രീകരിച്ച് പല സമയങ്ങളിൽ രാത്രി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രി പല സ്ഥലങ്ങളിൽ ഇതൊക്കെ അടച്ചിടുന്നതും അമ്പലത്തിനകത്ത് കിടന്ന് ഉറങ്ങരുതെന്ന് പറയുന്നതും പള്ളിയുടെ അകത്ത് കിടന്ന് ഉറങ്ങരുതെന്ന് പറയുന്നതൊക്കെ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാത്രി സമയത്ത് പകൽ സമയത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന പോലെ ഈ ആത്മാക്കൾ എവിടെ പോയി പ്രാർത്ഥിക്കും? ഇവർക്കും ഒരു ഇത് വേണ്ടേ, ഒരു രക്ഷപ്പെടൽ വേണ്ടേ? ഇപ്പം നമ്മൾ മരിച്ചു പോയി നമ്മളൊരു നെഗറ്റീവ് സോളായി മാറുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച് നമുക്ക് മോക്ഷം വേണ്ടേ? നമ്മുടെ ഉള്ളിൽ മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ. ഈ ആത്മാവിൻ്റെ പ്രശ്നം എന്നാ? നമ്മുടെ ശരീരമുണ്ട്. ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആ ആത്മാവ് മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ മരണപ്പെട്ടു പോയ ആത്മാക്കൾ എന്ത് ചെയ്യും? മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഒറ്റ വഴിയുള്ളൂ, അമ്പലങ്ങളോ പള്ളികളോ എവിടെയെങ്കിലും പോയി നിന്ന് പ്രാർത്ഥിക്കുക. അമ്പലങ്ങളിലോ പള്ളികളുടെ ആത്മാക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് അദൃശ്യമാവാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. ദൃശ്യമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ദൃശ്യമാവുകയോ മറ്റുള്ള മനുഷ്യരുടെ സാന്നിധ്യത്തിലോട്ട് വരികയോ അവരുടെ നോട്ടത്തിലോട്ടോ കാഴ്ചയിലോട്ടോ വന്നു കയറി കഴിഞ്ഞാൽ ഇവർ ആ സമയത്ത് അവിടെ വന്നിരിക്കുന്ന പ്രോസസ്സുകളോ പരിപാടികളോ നടന്നൊന്നും വരില്ല. ഈ സമയത്ത് ഇവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലോ അവർക്കിട്ട് തട്ട് കിട്ടും. ഒരുപാട് മനുഷ്യർക്ക് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. 2, ഈ പറയുന്ന അപ്പോൾ ദേവി, നമുക്ക് വരുത്തുപോക്ക് ദേവിയാണെന്ന് തന്നെ വിചാരിക്കുക. ക്ഷേത്രത്തിലോട്ട് പോകുന്നതോ വരുന്നതൊക്കെ ആയിട്ട് വിചാരിക്കാം. ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദേവി നമ്മളെ ഉപദ്രവിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ദേവി പോസിറ്റീവല്ല. അങ്ങനെയെങ്കിൽ നമുക്കതിന് ദേവി എന്ന് വിളിക്കാൻ പറ്റില്ല, ഈശ്വരൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ വഴിയിൽ വീട് വെച്ചു അല്ലെങ്കിൽ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഉപദ്രവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതല്ല. സംതിങ് അവിടെ മറ്റെന്തോ സംഭവിക്കുന്നുണ്ട്. ദേവിയെ മാറ്റി നിർത്തിയാൽ ആ പ്രോസസ്സിൽ എന്തോ എനർജിയിൽ എന്തോ വേരിയേഷനോ കാര്യങ്ങളോ സംഭവിക്കുന്നുണ്ട്. ഇനി അതൊന്നും വേണ്ട. ഇതൊരു ക്ഷേത്രം എന്ന് കരുതുക. രാത്രി സമയങ്ങളിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവായ എനർജികളെ വലിച്ചെടുക്കുന്നൊരു പ്രോസസ്സുണ്ട് ക്ഷേത്രത്തിലോട്ട്. അതായത് ഈ പറയുന്ന പ്രോസസ്സുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം സംഭവിക്കുന്ന അല്ലെങ്കിൽ ആത്മാക്കൾക്ക് പരിണാമം കൊടുക്കുകയോ അല്ലെങ്കിൽ മോക്ഷം കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പലപ്പോഴും അമ്പലങ്ങളിൽ രാത്രി സമയത്താണ് അത് കൂടുതൽ സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്രത്തിലോട്ട് ഈ എനർജിനെ വലിച്ചെടുക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, ഒരു വേ ഉണ്ടാവും. ഈ വേ ആണ് പലപ്പോഴും എനിക്ക് ഇതിനെ വരുത്തുപോക്ക് എന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുന്ന വീടുകൾക്കെല്ലാം നെഗറ്റീവ് ഇഷ്യൂസ് സംഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്സായി പോകുന്ന എനർജി ഉണ്ടല്ലോ, ഈ എനർജി ഒട്ടും പോസിറ്റീവ് അല്ല, നെഗറ്റീവായ എനർജികളാണ് ഈ പാസ്സായി പോകുന്നത്. ഇത് ഓരോ വീടുകൾ കയറി ഇറങ്ങിയാണ് പാസ്സായി പോകുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ പോസിറ്റിവിറ്റിയും വലിച്ചെടുത്തിട്ടായിരിക്കും ഈ സാധനം അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ആരോഗ്യത്തിന് പ്രശ്നം സംഭവിക്കാൻ തുടങ്ങും, അപകടങ്ങൾ സംഭവിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഇല്ല, പോസിറ്റീവ് ഊർജ്ജമില്ല, ദൈവാനുദിനമില്ല. എന്ത് പറ്റി? മുഴുവൻ എല്ലാ ദിവസവും ഈ സാധനം യൂസ് ആയിക്കൊണ്ടിരിക്കുക. ആരോഗ്യ പ്രശ്നം, വീടിന് ദോഷം, നിൽക്കാൻ പറ്റില്ല, സമാധാനം ഉണ്ടാവില്ല, മരണങ്ങൾ സംഭവിക്കുന്നു, തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നു. ഇതല്ലേ ശരിക്കും സംഭവിക്കുന്നത്? അതല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദേവി വീട്ടിൽ കൊണ്ട് നടന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ കുഴപ്പമില്ല. അല്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ ദോഷമുണ്ടെന്ന് പറഞ്ഞ് പലരും വീടുകൾക്ക് വിറ്റുപോയ സംഭവം. എനർജിയിൽ വേരിയേഷൻ വരുമ്പോൾ ദോഷം വരുമല്ലോ.
അല്ല അപ്പോഴും നോക്കുമ്പോഴും പല ജ്യോത്സ്യന്മാരും പറയുന്നത് ദേവിയുടെ സാന്നിധ്യം വരുത്തുപോക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ദേവിയുടെ വരുത്തുമെന്ന് സാന്നിധ്യം പറയുന്നത്. നല്ലതല്ലേ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇതിന് ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കൂ. നമ്മളെല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈശ്വരൻ അങ്ങനെ വരുത്തുപോക്കിൻ്റെ പേരിൽ നമ്മളെ ദ്രോഹിക്കാന്ന് പറയുന്നതോട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ദേവീനെ, ആ ദേവി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എനർജിയിൽ വരുന്ന വേരിയേഷനാണ് സംഭവിക്കുന്നത്. നമുക്കതിനെ വരുത്തുപോക്കെന്നൊക്കെ വിളിക്കാം. അത് വരുത്തുപോക്കാവണം എങ്ങനെയാണ്? ദേവി എവിടെ നിന്ന് എവിടേക്ക് വരുത്തുപോക്കാന്ന് പറയുന്നത്? അല്ല, ഒരു അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് പൊതുവേ നമ്മൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവ്. ഇല്ല, ഈ അമ്പലത്തിലോട്ട് എടുക്കുന്ന എനർജി, അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുമല്ലോ, ഈ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുന്ന സമയത്ത് ഈ സ്ട്രോയിലൂടെ ജലം കടന്നു പോകുന്ന ആ ഒരു പാത്ത് ഉണ്ടല്ലോ, ഈ പാത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ അകത്തോട്ട് എനർജി പാസ്സാവുന്നതും അമ്പലത്തിനകത്തുനിന്ന് പുറത്തുനിന്ന് എനർജി വിടുന്നതും. ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, അമ്പലങ്ങളാവട്ടെ പള്ളികളാവട്ടെ എന്തോ ആവട്ടെ, പള്ളികൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ കാണാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് കാണുന്നത്. ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും ദേവീനെ പ്രതിഷ്ഠിച്ചു എന്ന് കരുതി ദേവി ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമുക്കതറിയാം. പണ്ടത്തെ ക്ഷേത്രങ്ങൾ പലതും ഈ നശിച്ചുപോയ ക്ഷേത്രം ഉണ്ടല്ലോ, അതായത് ദേവി ഉണ്ടായിരുന്നു ഇപ്പം ദേവിയില്ല. ആ സ്ഥലത്ത് ഇപ്പോൾ ആര് കയറിയിരിക്കണമെന്ന് ആർക്കറിയാം? അവിടെ ഉണ്ടായിരുന്ന ശക്തി ഇപ്പോൾ ഏത് അളവിലാണ്, എന്ത് നെഗറ്റീവാണെന്ന് ആർക്കറിയാം? ഇതിനൊരു കാരണമാവില്ലേ? ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീടുകൾക്ക് മുഴുവനും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ക്ഷയിച്ചു പോയ ക്ഷേത്രങ്ങളുടെ അടുത്ത് വീടുകൾ വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്താ? ക്ഷേത്രം ക്ഷയിച്ചു, ക്ഷേത്രത്തിന് വേണ്ട ശക്തി അല്ലെങ്കിൽ ഊർജം, പ്രാണൻ അതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ക്ഷേത്രം എന്ത് ചെയ്യും? ആ എനർജി പോയിന്റ് എന്ത് ചെയ്യും? ദൈവം അല്ലല്ലോ അവിടെ, അതൊരു എനർജി പോയിന്റ് ആണല്ലോ. ക്ഷേത്രങ്ങളെല്ലാം ഒരു എനർജി പോയിന്റാണ്. എന്ത് ചെയ്യും? ചുറ്റുമുള്ള വീടുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മുഴുവൻ ഈ ക്ഷേത്രത്തിലോട്ട് എനർജി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, എനർജി വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. തിരിച്ചിവിടെ സംഭവിക്കുന്നത്, ഒരു ക്ഷേത്രമാണെങ്കിൽ നമ്മൾ ചെന്ന് അവിടെ പൂജകൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് ആ വിഗ്രഹത്തിലോട്ട് നമ്മൾ എനർജി പൂജകളും മന്ത്രങ്ങളും ചെയ്ത് വിഗ്രഹത്തിലോട്ട് എനർജി കൊടുക്കും. നമ്മൾ പോയിട്ട് ആ എനർജി സ്വീകരിച്ചുകൊണ്ട് വരും. മുടിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ എന്ത് ചെയ്യും? പുറത്തുനിന്ന് എനർജി വലിച്ചെടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ എനർജി വലിച്ചെടുത്താൽ നമുക്ക് ഈ അവസ്ഥ വരില്ലേ? ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പോയി ഇത്രയും മഹാക്ഷേത്രങ്ങൾക്ക് ചുറ്റും എത്ര ആളുകൾ താമസിക്കുന്നത്? അവിടെ ഒന്നും കുഴപ്പമില്ലല്ലോ. ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടുന്ന് ദേവി ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ദേവതകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഉപദേവതകൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? ചുറ്റുമുള്ള മനുഷ്യർക്ക് ഞങ്ങളിവിടെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളുടെ പ്രശ്നത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് ദൈവങ്ങളൊന്നും പറയില്ലല്ലോ. ഈ ലക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണോ കുടുംബദേവതാ ശാപം എന്ന് പറഞ്ഞ് പൊതുവെ വരുന്നത്? ആണല്ലോ, അങ്ങനെയാണല്ലോ. കുടുംബദേവതയിലെ ശാപം, ആ ദേവത ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് ചെയ്യും? ആ ദേവത ഇറങ്ങിപ്പോയിട്ട് ദേവതേനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പ്രാണപ്രതിഷ്ഠ നടത്തുമല്ലോ. ആ പ്രാണൻ പിന്നെ അവിടെ നിലനിൽക്കണ്ടേ? പ്രാണനില്ല, പിന്നെന്ത് പറ്റും? മുഴുവൻ പ്രാണോർജ്ജം വലിച്ചെടുക്കും. എല്ലാവരുടെയും നെഗറ്റീവ് ഇഷ്യൂ സംഭവിക്കും. അതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.